ചിരാതുകൾ ജീവനിൽ കൊളുത്തി നീ നീറുമെൻ കിനാക്കളിൽ നീയൊരാൾ നിറഞ്ഞിതാ മാഞ്ഞു മാഞ്ഞു മെല്ലെ മെല്ലെ താഴുമോർമയാകെ നീ. മതി പാർവതി, അതോടെ കഴിക്കേ സർ. ഓക്കെ. ഇത് കൊള്ളാം. ഇപ്പോഴാണല്ലോ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഇവളുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണല്ലേ നീ രാവിലെ തന്നെ എന്നോട് വഴക്കം കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അയ്യോ മമ്മി, വേണ്ട, നീ മിണ്ടണ്ട. നീ ഒന്നും കഴിക്കാതെ ആണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ഓർത്തിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ആ വിഷമത്തെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ നിനക്ക് ഇവളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് ഇറങ്ങുള്ളൂ അല്ലേ? മമ്മി, ഓഫീസാണെന്നുള്ള ബോധം പോലും ഇല്ലാതെ ഇവിടെ നിന്റെ തോന്നിവാസങ്ങൾ തുടങ്ങിയല്ലേ? നിന്നെ ഇവൾ ഇത്രയും മയക്കി വെച്ചേക്കായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു. അയ്യോ മാഡം, ഇങ്ങനൊന്നും പറയരുത്. മാഡം ഉദ്ദേശിക്കുന്ന പോലെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഛേ, മിണ്ടാതിരിക്കടി. ഇവന് നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലേ? അങ്ങനെയെങ്കിലും ശല്യം ഒഴിഞ്ഞു പോകുന്നു ഞാൻ കരുതിയതാ. ഇപ്പൊ എന്തിനാ നീ വീണ്ടും ഇവന്റെ അടുത്ത് ഒട്ടിക്കൂടാൻ നോക്കുന്നത്? പിന്നീട് ആലോചിച്ചപ്പോ കാശുള്ള പയ്യനെ വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരായി പോയി തോന്നിയോ? ഓ, ചിലപ്പോ വീട്ടുകാർ ഉപദേശിച്ചു കാണും. മാഡം, എന്താടി എന്റെ അടുത്ത് ശബ്ദം ഉയർത്തുന്നേ? അവളെ തൊട്ടുപോകരുത്. നീ ഒരുത്തി കാരണ എന്റെ മോനെ എനിക്കെതിരെ തിരിയാൻ തുടങ്ങിയത്. ഇനി നീ ഒരു കാരണവശാലും ഈ ക്യാബിന്റെ പരിസരത്ത് പോലും വന്നു പോകരുത്. ഇതെല്ലാം എടുത്തോണ്ട് പോടി. മമ്മി, പാർവതി, മമ്മി പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അറിയാതെ പറഞ്ഞു പോയതാ. ഐ എം സോറി. മമ്മിയോട് ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? എന്നെ നാണം കെടുത്താൻ മമ്മി കച്ച കെട്ടി ഇറങ്ങിയിരിക്കണോ? ആരാരെയാണ് നാണം കെടുത്തുന്നതെന്ന് ഓർക്ക്. നീയാണ് ഇവക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന്റെ സൽപ്പേര് കളഞ്ഞു കുളിക്കുന്നത്. പാർവതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. പാർവതി, പാർവതി, നിക്കട അവിടെ. നീ എങ്ങോട്ടായി പോകുന്നേ? നിന്നോട് എനിക്ക് കുറെ സംസാരിക്കാനുണ്ട്. ഇതിനാണോ ജോലി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് നീ ഇങ്ങോട്ട് വരുന്നത്? നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവളുടെ പുറകെ നടക്കാൻ നിനക്ക് നാണമില്ലേ? ഇത്ര ആരാധന തോന്നാനും മാത്രം അവളിൽ എന്താടാ നീ കണ്ടത്? അവള് വെറും ഒരു ദരിദ്രവാസിയാ. മമ്മി ഓരോ തവണ അവളെ അപമാനിക്കുമ്പോഴും വേദനിക്കുന്നത് എനിക്കാ. അവൾക്ക് വേണ്ടി നീ എന്നെ ധിക്കരിക്കുമ്പോ എനിക്ക് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നീ ചിന്തിക്കുന്നില്ലേ? വെറും ഒരു ടൈലറായി അവളുടെ മുമ്പിൽ വെച്ചാ നീ എന്റെ കൈ തടഞ്ഞത്. പിന്നെ മമ്മി അവളെ തല്ലുന്നത് ഞാൻ നോക്കി നിൽക്കണോ? അവൾക്ക് എന്റെ മനസ്സിലുള്ള സ്ഥാനം എന്താണെന്ന് മമ്മി ചിന്തിക്കണ്ടേ? അവൾ ഈ കമ്പനിയിൽ ഒരു സ്റ്റാഫാ, മമ്മിയുടെ അടിമയല്ല. ഡാഡി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ പ്രതികരിക്കൂ. അവൾ എനിക്ക് ഭക്ഷണം കൊണ്ട് തരുന്നതില് മമ്മിക്ക് എന്താ പ്രശ്നം? അവൾ എന്റെ കമ്പനി സ്റ്റാഫാണ്. ഓ, അവൾ ഈ കമ്പനിയിൽ ഉണ്ടെങ്കിലല്ലേ ഇങ്ങോട്ട് വരുള്ളൂ. ഇപ്പൊ തന്നെ അവളെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയ പ്രശ്നം തീർന്നല്ലോ. മമ്മി, മമ്മി വേണ്ട. മമ്മി പറയുന്ന കേക്ക്. ഹലോ മേഡം. ഹലോ, ഞാൻ സീതയാണ്. മനസ്സിലായി, പറഞ്ഞോ മേഡം. പാർവതി, ഇനി ഒരു നിമിഷം പോലും ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ പാടില്ല. അവളെ കഴുത്തിന് പിടിച്ച് ഇപ്പൊ തന്നെ പുറത്ത് കളഞ്ഞു.